സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. സാത്താൻ മിസൈലുമായി പുടിന്റെ അതിമാരകമായ നീക്കം, ഇറാന് കരുത്തും ട്രംപിന് കുരുക്കുമാകുന്ന നിർണായകമായ പ്രഖ്യാപനം. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇറാനെ ആക്രമിച്ച ട്രംപിനെയും യുക്രൈനു വേണ്ടി നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും പുടിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം തീരുന്നു എന്ന പുടിന്റെ പ്രഖ്യാപനവും പിന്നാലെ നടത്തിയ അത്യാധുനിക സർമത് മിസൈൽ പരീക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. 35,000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന 26,000 കിലോമീറ്റർ അതിവേഗതയുള്ളതുമായ മിസൈൽ, അതാണ് റഷ്യ ചൊവ്വാഴ്ച പരീക്ഷിച്ച് വിജയിച്ച സർമത്ത്. ഈ നീക്കത്തിലൂടെ സമാധാന ചർച്ചകളിലും സഖ്യകക്ഷികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നതിലും റഷ്യ ദുർബലർ അല്ലെന്ന് തെളിയിക്കുക കൂടിയാണ് പുടിൻ. റഷ്യയുടെ ഈ സൈനിക ശക്തി പ്രകടനം ഇറാന് നൽകുന്നത് വലിയൊരു നയതന്ത്ര പിന്തുണയുമാണ്. ട്രംപിൽ അതൃപ്തിയുള്ള GCC രാജ്യങ്ങളിൽ പുതിയ പാത വെട്ടിത്തെളിക്കുക എന്നതും പുടിന്റെ ലക്ഷ്യമാണ് എന്നാണ് സൂചന. ഇറാന് മുന്നിൽ വിയർത്ത് നിൽക്കുന്ന ട്രംപിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങളാണ് പുടിൻ അടുത്തിടെയായി നടത്തുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പുടിൻ അബ്ബാസ് അരാക്ചി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ളതെല്ലാം അതീവ നിർണായകമായ നീക്കങ്ങളാണ്. ഇറാന് വേണ്ടി പരോക്ഷ താക്കീതുമായി ട്രംപിനെ പുടിൻ ഫോൺ വിളിച്ചു. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏറ്റെടുക്കാം എന്ന നിർദ്ദേശം ആവർത്തിച്ച് പുടിനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇറാനുമായി തന്ത്രപ്രധാനമായ ബന്ധമുള്ള പുടിൻ നടത്തുന്ന ഈ പുതിയ കരുനീക്കങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം പുടിൻ വിജയകരമായി പരീക്ഷിച്ച ആ വൻ മിസൈലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. RS-28 സർമത്ത് എന്ന ലോകത്തിലെ ഏറ്റവും മാരകവും അത്യാധുനികവുമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ പരീക്ഷിച്ച് വിജയിച്ചത്. ഇതിന്റെ ആഘാത ശക്തി കണക്കിലെടുത്താണ് പാശ്ചാത്യ രാജ്യങ്ങളും മാധ്യമങ്ങളും സർമത്തിനെ സാത്താൻ 2 എന്ന് വിളിക്കുന്നത്. അസാധാരണമായ ദൂരപരിധിയാണ് ഈ സാത്താന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർമത്തിന് 25,000 മുതൽ 35,000 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,075 കിലോമീറ്റർ ആണെന്നിരിക്കെ 35,000 കിലോമീറ്റർ ദൂരപരിധി ഒരു മിസൈൽ കടക്കുന്നു എന്നാൽ ഭൂമിയിലെ ഏത് കോണിലും ആ മിസൈലിന് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു വലിയ പ്രത്യേകത സർമത്തിൻ്റെ വേഗതയാണ്. മണിക്കൂറിൽ ഏകദേശം 26,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതായത് വിക്ഷേപിച്ച് വെറും 6 മുതൽ 7 മിനിറ്റിനുള്ളിൽ ലണ്ടനിലോ അമേരിക്കയിലോ എത്തിച്ചേരാൻ സർമത്ത് മിസൈലിന് കഴിയും. അതായത് റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ച് 6-7 മിനിറ്റിനകം ലണ്ടനിലെത്താൻ കഴിയും. ഇതിനൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ മിസൈലുകളെ പോലെ അന്തരീക്ഷത്തിലൂടെ മാത്രമല്ല ഭൂമിയുടെ ലോവർ ഓർബിറ്റിലേക്ക്, അതായത് താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച് സഞ്ചരിക്കാനും കഴിയും എന്നുള്ളതാണ്. ബഹിരാകാശത്തിന് തൊട്ട് താഴെയുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഘർഷണം കുറവായതിനാൽ മിസൈലിന് അതിവേഗത കൈവരിക്കാനും കഴിയും. സാത്താൻ മിസൈലിൻ്റെ അടുത്ത പ്രത്യേകത ഇതിൻ്റെ മൾട്ടിപ്പിൾ വാർ ഹെഡ് ശേഷിയാണ്. ഒരു സർമത്ത് മിസൈലിന് 10 മുതൽ 15 വരെ ആണവ പോർമുനകളെ ഒരേ സമയം വഹിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. മാത്രമല്ല ഈ പോർമുനകൾക്ക് ഒരേ സമയത്ത് വ്യത്യസ്ത നഗരങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യേകം വേർപിരിഞ്ഞ് ആക്രമണം നടത്താനും കഴിയും. അതുമല്ല, ഇതിൻ്റെ വാർഹെഡ് പ്രഹരശേഷി പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കലുള്ള സമാനമായ ഏതൊരു മിസൈലിനെക്കാളും 4 മടങ്ങ് കൂടുതലുമാണ്. നിലവിലുള്ളതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ എല്ലാ ആൻറ്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിക്കാൻ സർമത്തിന് കഴിയുമെന്നും റഷ്യ അവകാശപ്പെടുന്നു. 200 ടണ്ണിലധികം ഭാരമുള്ള ഈ മിസൈലിന് 10 ടണ്ണോളം വരുന്ന ആയുധശേഖരം വഹിക്കാനും കഴിയും. കൂടാതെ റഷ്യയുടെ അത്യാധുനിക അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെയും ഇതിൽ വിന്യസിക്കാം. ഈ അവാൻഗാർഡ് വാർഹെഡുകൾക്ക് അന്തരീക്ഷത്തിൽ വെച്ച് ശബ്ദത്തെക്കാൾ 27 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനും അതിവേഗത്തിൽ ദിശ മാറി ശത്രുവിൻ്റെ റഡാറുകളെ വെട്ടിക്കാനും കഴിയും എന്നതാണ് പ്രത്യേകത. ഇതെല്ലാം കൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ആയുധമെന്നാണ് പുടിൻ സർമത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ സാത്താൻ എന്ന് സർമത്തിനെ വിളിക്കുന്നതിൽ കാര്യമുണ്ടെന്നാണ് സാരം. ഈ വർഷാവസാനം സർമത്ത് റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്നും പുടിൻ പ്രഖ്യാപിക്കുന്നു. സോവിയറ്റ് കാലത്ത് നിർമ്മിച്ച വോയോവോഡ മിസൈലുകൾക്ക് പകരമായാണ് സർമത്ത് റഷ്യ നിർമ്മിച്ചു തുടങ്ങിയത്. സർമത്തിന് വോയോവോഡയുടെ അത്ര തന്നെ കരുത്തുണ്ട് എന്നും എന്നാൽ കൃത്യത അതിനേക്കാൾ കൂടുതലാണെന്നും പുടിൻ പ്രഖ്യാപിക്കുന്നു. സർമത്തിൻ്റെ രൂപകൽപ്പന 2011 റഷ്യ തുടങ്ങിയത്. മുമ്പ് നടത്തിയ ഈ സർമത്തുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു. പല പരീക്ഷണങ്ങളും പരാജയമായിരുന്നു. ഇപ്പോഴത്തെ പരീക്ഷണത്തിന് മുമ്പ് ഒരു തവണ മാത്രമാണ് പരീക്ഷണം വിജയിപ്പിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. 2024 നടന്ന പരീക്ഷണത്തിനിടെ മിസൈൽ വൻതോതിൽ പൊട്ടിത്തെറിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് സർമത്തിനെ പുടിനും സംഘവും വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നിർണായക ഘട്ടത്തിൽ തന്നെയാണ് സർമത്തിനെ സൈന്യത്തിനൊപ്പം ചേർക്കുകയും ചെയ്യുന്നത് പുടിൻ.
അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ നിയന്ത്രണ കരാറുകൾ ഇല്ലാതായ സാഹചര്യത്തിലാണ് പുടിൻ്റെ ഈ പുതിയ പരീക്ഷണം എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതോടെ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ ആദ്യമായി ലോകത്തിലെ രണ്ട് വലിയ ആണവ ശക്തികൾ ഔദ്യോഗിക നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഫെബ്രുവരിയിൽ കാലാവധി തീർന്നതിന് ശേഷം ഉന്നതതല സൈനിക ചർച്ചകൾ പുനരാരംഭിക്കാൻ മോസ്കോയും വാഷിങ്ടണും സമ്മതിച്ചുവെങ്കിലും പുതിയൊരു ആണവ നിയന്ത്രണ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നതിൻ്റെ സൂചനകളൊന്നും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പുതിയ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ നമ്മുടെ തന്ത്രപരമായ സുരക്ഷ ഉറപ്പാക്കാനും ശക്തികളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് എന്നാണ് സർമത്തിൻ്റെ വിജയപ്രഖ്യാപനത്തിന് പിന്നാലെ പുടിൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ മിസൈൽ പരീക്ഷണത്തെ ഇറാനുമായുള്ള റഷ്യയുടെ ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തം ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള നീക്കമായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാർ നിലവിലുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാനായി റഷ്യ വലിയ തോതിൽ ആയുധ കച്ചവട കരാറുകളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. തങ്ങളുടെ പക്കൽ പാശ്ചാത്യ പ്രതിരോധങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ ഉണ്ടെന്ന് ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുക വഴി ഇറാനെ പോലെയുള്ള സഖ്യകക്ഷികൾക്ക് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ നൽകാൻ തങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ തങ്ങൾ അതിന് മടിക്കില്ല എന്നുള്ള സന്ദേശമാണ് പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഹൂട്ട് പോലെയുള്ള ഇറാന്റെ സൂപ്പർ ടോർപിഡോ ആയുധങ്ങളിൽ റഷ്യൻ സാങ്കേതിക വിദ്യ ഉണ്ടെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യവുമാണ്. മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ആളും അർത്ഥവും നൽകുന്നതും റഷ്യയാണ്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിലും ആണവ ചർച്ചകളിലും തങ്ങൾ ഇറാന്റെ പക്ഷത്താണ് എന്ന് റഷ്യൻ അംബാസഡർമാരും പുടിനും പരസ്യമായി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കാനും അതുവഴി ഇറാന് മേലുള്ള അമേരിക്കൻ സമ്മർദ്ദം കുറയ്ക്കാനും പുടിൻ പുതിയ മിസൈൽ പരീക്ഷണങ്ങളെ തന്ത്രപരമായ ആയുധമാക്കുന്നു എന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം കണക്കാക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ മിസൈൽ പരീക്ഷണം നടത്തി സൈനിക കരുത്ത് പുടിൻ കാണിക്കുമ്പോൾ മറുഭാഗത്ത് സമാധാനത്തിൻ്റെ സന്ദേശം നൽകുകയാണ് പുടിൻ എന്നതും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ്. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പുടിൻ പിൻവാങ്ങാൻ ഒരുങ്ങുന്നതിന് പിന്നിലും പശ്ചിമേഷ്യൻ താൽപ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സൂചന. അതായത് തോൽവി പേടിച്ചല്ല, മറിച്ച് ചില തന്ത്രങ്ങൾ പയറ്റാനുള്ള പിന്മാറ്റമായിട്ടാണ് റഷ്യ ഈ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് വിലയിരുത്തൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ റഷ്യ നേടിയ വിജയത്തിൻ്റെ സ്മരണകൾ ആഘോഷിക്കുന്ന വിക്ടറി പരേഡിന് ശേഷമായിരുന്നു പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നുള്ള സൂചന നൽകിയത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കൂടിക്കാഴ്ചയ്ക്കായി റഷ്യയിലേക്ക് വരാമെന്നും പുടിൻ പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റിൽ സെലൻസ്കിയും പുടിനും ട്രംപും പങ്കെടുക്കുന്നൊരു ത്രികക്ഷി ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈയെടുത്തിരുന്നു. എന്നാൽ അന്ന് അതിന് തയ്യാറാകാതിരുന്ന പുടിനാണ് ഇപ്പോൾ സാഹചര്യങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ തന്നെ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സ്വയം സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സാഹചര്യത്തിലാണ് തിരിച്ചടികളെക്കാൾ തന്ത്രപരമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് റഷ്യയുടെ പുതിയ നീക്കം, അതായത് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കമെന്ന നിരീക്ഷണത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ റഷ്യയുടെ സാമ്പത്തിക സംവിധാനത്തിന് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ വ്യാപാരത്തെയും ധനകാര്യ സംവിധാനത്തെയും ബാധിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ, പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ ഇറാൻ യുദ്ധത്തിലേക്ക് മാറിയ സാഹചര്യം മുതലാക്കുകയാണ് റഷ്യ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ സമയത്ത് യുക്രൈൻ സംഘർഷം അവസാനിപ്പിച്ചാൽ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നാണ് പുടിൻ കരുതുന്നത് എന്നാണ് നയതന്ത്രജ്ഞർ പറയുന്നത്. മാത്രമല്ല ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കെതിരെ വളരുന്ന രോഷം അനുകൂലമാക്കി മാറ്റുക എന്നതും പുടിൻ്റെ അജണ്ടയാണ്. ഹോർമൂസിൽ അമേരിക്ക തുടർച്ചയായി സൃഷ്ടിക്കുന്ന പ്രകോപനമാണ് അവിടെ സംഘർഷം നീണ്ടുപോകാൻ കാരണമെന്നാണ് UAEയും ബഹ്റൈനും ഒഴിച്ചുള്ള GCC രാജ്യങ്ങളുടെ വികാരം. അമേരിക്കയുടേതുപോലെ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളല്ല, മറിച്ച് എല്ലാവരെയും കേൾക്കുന്ന നയമാണ് തങ്ങളുടേതെന്ന് അറബ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ അവസരത്തിൽ റഷ്യ ശ്രമിക്കുന്നത് എന്നതും നമ്മൾ നോക്കിക്കാണണം. ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള സംഘടനകളുമായി ബന്ധം ശക്തമാക്കി വിശ്വസ്ത പങ്കാളിയായി മാറാനാണ് റഷ്യ നോക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒമാനും സൗദിയുമായി നല്ല ബന്ധമാണ് റഷ്യ ഇപ്പോൾ പുലർത്തുന്നത്. എന്നാൽ ഇത് കൂടുതൽ അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ, കൂടുതൽ ശക്തമാക്കാൻ യുക്രൈൻ യുദ്ധം അവർക്ക്, അതായത് റഷ്യയ്ക്ക് ഒരു തടസ്സമാണ്. മാത്രമല്ല അമേരിക്കൻ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥരായി മാറാനും യുക്രൈൻ യുദ്ധം റഷ്യയ്ക്ക് ഒരു ഭാരമാണ് എന്ന് ക്രെംലിൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്നവർ എങ്ങനെ മധ്യസ്ഥരാകുമെന്നുള്ള ചോദ്യമാണ് പുടിൻ അവിടെ നേരിടുന്നത്. കൂടാതെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം എണ്ണവില വർദ്ധിക്കുന്നത് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ ചെലവ് കാരണം
ഈ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാക്കി മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിജയം സാധ്യമായില്ലെങ്കിൽ കൂടി ലക്ഷ്യങ്ങൾ ഏറെക്കുറെ നേടിക്കഴിഞ്ഞതിനാൽ യുക്രൈനുമായുള്ള സംഘർഷത്തിന് അവസാനമിട്ട് പശ്ചിമേഷ്യയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതുവഴി സമ്പദ്ഘടന ശക്തമാക്കുകയുമാണ് റഷ്യയുടെ അല്ലെങ്കിൽ പുടിൻ്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. അതിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴത്തേത് എന്നാണ് പുടിൻ വിലയിരുത്തുന്നത്. മാത്രമല്ല ഇറാന് അനുകൂലമായി പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനും പറ്റിയ സമയം ഇതാണെന്ന് പുടിൻ കരുതുന്നു. ഇറാന്റെ യുറേനിയം ശേഖരം റഷ്യയിലേക്ക് മാറ്റി പ്രശ്നപരിഹാരത്തിന് സഹായിക്കാമെന്ന നിർദ്ദേശം പുടിൻ ട്രംപിനോട് ആവർത്തിച്ചിട്ടുണ്ട്, ലോകത്തോട് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് നൽകിയ മറുപടിയിൽ ഇറാൻ ഈ റഷ്യയിലേക്ക് തങ്ങളുടെ യുറേനിയം ശേഖരം മാറ്റുന്നതിൽ സന്നദ്ധതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഏറ്റവും വിശ്വാസമുള്ള സുഹൃത്ത് രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് എന്നതും യുദ്ധം തീർക്കാൻ അമേരിക്കയ്ക്ക് റഷ്യ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു എന്നാണ് വിലയിരുത്താൻ കഴിയുക. മാത്രമല്ല ട്രംപ് ചൈനയിൽ നടത്തുന്ന ഇറാൻ ചർച്ചകളിലെ ചൈനീസ് മറുപടികളിൽ തന്നെ റഷ്യൻ അജണ്ടകളും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുതിർന്ന നയതന്ത്രജ്ഞർ പറയുന്നത്. അതായത് റഷ്യയും ചൈനയും തമ്മിൽ ഇറാൻ വിഷയത്തിൽ നിരന്തരമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് ചൈന ഇറാൻ വിഷയത്തിൽ നൽകുന്ന മറുപടി, ആ മറുപടിക്കകത്ത് റഷ്യയുടെ കൃത്യമായ അജണ്ടകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിരീക്ഷണം. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. റഷ്യയുടെ സൈനിക ശക്തി തകർച്ചയുടെ വക്കിലാണ്. ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആയുധങ്ങളെയും യുദ്ധോപകരണങ്ങളുടെയും കുറവ് കാരണം പരമ്പരാഗതമായ വിക്ടറി ഡേ പരേഡിലെ സൈനിക പ്രദർശനം ക്രെംലിന് വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഈ തിരിച്ചടികൾ തന്ത്രങ്ങൾ മാറ്റാൻ മോസ്കോയെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത്. മാത്രമല്ല സ്വന്തം രാജ്യത്തിനകത്തും പുടിന് വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അട്ടിമറി ശ്രമങ്ങളെക്കുറിച്ചും വധശ്രമങ്ങളെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്കിടെ പുടിൻ ബങ്കറുകളിലാണ് കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. എന്തായാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ നടത്തുന്ന നീക്കം നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും നിർണായകമാണ്. മറുഭാഗത്ത് സൈനിക ശക്തി കൂട്ടുന്ന പുടിൻ്റെ തന്ത്രം ട്രംപിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും വിറപ്പിക്കുന്നതുമാണ്. ഇറാന്റെ വാദങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും കരുത്തുകൂട്ടാൻ പുടിൻ്റെ പുതിയ നീക്കങ്ങൾ സഹായിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പൊതുവെ വിലയിരുത്തുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.